ഹലോ എവരി വൺ. ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പം എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരു ഇസ്ലാമിക് മോട്ടിവേഷൻ സ്പീക്കറൊക്കെയാണ് ചേട്ടൻ. അതൊരു ഉസ്താദാണെന്ന് തോന്നുന്നു. എന്തായാലും അവനൊരു 6-ാം നൂറ്റാണ്ടിലെ മദ്രസ പൊട്ടനാണ്, അത്രേ ഉള്ളൂ. ഇവൻ്റെ ഏതോ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ബോധവും വിവരവും ഉള്ള ഒരു പുള്ളിക്കാരൻ ചോദിച്ചു വന്നു, ISS തീവ്രവാദ സംഘടന ഏത് മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീവ്രവാദ പ്രവർത്തനത്തിന് പോകുന്നത്? അത് നമുക്കെല്ലാം അറിയാം. എന്ത് ഖുറാനാണ് അതിൻ്റെ അകത്തെ വലിയ കൂടിയ സൂക്തങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് കേട്ടപ്പോഴത്തേന് ചേട്ടൻ്റെ കുരു അങ്ങ് പൊട്ടി. ചേട്ടപ്പത്തേന് അതിനെതിരെയായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ആ പുസ്തകത്തിന്റെ പേരെന്തുവാ മക്കളെ? അത് എന്തുവാ? ഈ ഒറ്റ കാരണം പോരെ നിങ്ങൾ സമാധാനക്കാരാണ് എന്നുള്ളതാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഏതാണ് ഈ തീവ്രവാദികൾ കൊണ്ട് നടക്കണ പുസ്തകം? എന്റെ കയ്യിലുണ്ട് ആ പുസ്തകം. അതേതാ നിങ്ങൾക്കറിയോ? ആ പുസ്തകത്തിന്റെ പേരാണ് ഗീത. ഏത് ഗീത? നമുക്ക് സംഘികൾക്ക് പരിചയമുള്ള ഗീത അല്ലത്. ഇത് ശ്രീമദ് ഭഗവത്ഗീത. തീവ്രവാദികൾ കൊണ്ട് നടക്കുന്നുണ്ടോ? പിന്നില്ലേ. കാരണം ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ യുദ്ധം ചെയ്യാൻ പറഞ്ഞോണ്ടല്ലേ. തഥം ഭീഷ്മമഘം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇശുഭി പ്രത്യോത്സ്യാമി പൂജ്യാർഹ വരിസൂദന. അല്ലയോ വരിസൂദന കൃഷ്ണ, ഞാൻ എങ്ങനെയാണ് എന്റെ പിതാമഹനോട് യുദ്ധം ചെയ്യാം? അർജുനൻ ചോദിക്കാൻ, പുറത്ത് നിൽക്കണ പിതാമഹനല്ലേ, ഞാനിപ്പോ എങ്ങനെയാ മൂപ്പർക്കെതിരെ കുടുംബത്തിൽ യുദ്ധം നടക്കാണേ, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? അപ്പൊ കൃഷ്ണൻ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. ക്ലൈഭ്യം ആസ്മഘമഭാർത്ഥ നയേ തഥ യുവബധ്യതേ ക്ലിഷ്ടം ഹൃദയ ദൗർബല്യം തെക്തോതിഷ്ഠ. കേട്ടില്ലേ? ഭയങ്കര പാണ്ഡിത്യനം. അപ്പോൾ ചേട്ടൻ പറയുന്നത് ഈ ഭഗവത്ഗീതയിലൊക്കെയാണ് തീവ്രവാദമൊക്കെ എഴുതി വെച്ചിരുന്നത്. ചേട്ടൻ്റെ കിതാബിലൊന്നും തീവ്രവാദമില്ല. അപ്പോൾ ഈ ചേട്ടനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഖുറാൻ 5:33 അതെന്താ സംഭവം? മതം അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ, അവരെ കൊല്ലപ്പെടുകയോ ക്രൂശിലേറ്റപ്പെടുകയോ കൈകാലുകൾ ഇരുദിശയിൽ നിന്ന് വെട്ടിക്കളയുകയോ ചെയ്യണം. ഇതാണ് ഖുറാൻ 5:33. ഇത് ഇവരുടെ കിതാബിൽ എഴുതി വെച്ചേക്കുന്ന സംഭവം. അതിൻ്റെ ഏറ്റവും വലിയൊരു ലിവിങ് എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. TJ ജോസഫ് മാഷ്. പുള്ളിക്കാരൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ? പുള്ളിക്കാരനും പഠിപ്പിക്കുന്ന കുട്ടിയെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഒരു കള്ളന് മുഹമ്മദ് എന്ന് പറഞ്ഞ പേരിട്ടു. ആ മുഹമ്മദ് എന്ന് പറഞ്ഞ പേരിട്ടപ്പോഴത്തേന് ഈ സുഡാപ്പികളുടെ അങ്ങ് കുരുപൊട്ടി. അതുകൂടെ പുള്ളിക്കാരന് കൊടുത്ത ശിക്ഷയാണ് പുള്ളിക്കാരൻ്റെ കൈകാലുകൾ ഇരുദിശയിൽ നിന്ന് വെട്ടിയത്. അത് ഖുറാൻ്റെ അകത്തുള്ള സൂത്രം തന്നെയാണ് 5:33. തീവ്രവാദികൾ അതുകൊണ്ടും നടക്കുന്നുണ്ട്. പല ഇസ്ലാമിക രാജ്യങ്ങളിലും മതത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന ശിക്ഷയാണ് കൊല്ലപ്പെടുകയോ, അല്ലെങ്കിൽ ഇതുപോലെ കൈകാലുകൾ, ഇവനെ പോലുള്ള തീവ്രവാദികൾ കൈകാലുകൾ ഇരുദിശയിൽ നിന്ന് വെട്ടിക്കളയുക. അത് വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് ഈ ഹിന്ദു മതത്തിലുണ്ടോ എന്ന് ചേട്ടനൊന്ന് പറയണം. പിന്നെ ഈ ഖുറാൻ്റെ അകത്ത് പല വാക്കുകളുണ്ട്. അത് ഖുറാൻ്റെ അകത്തുള്ള പല സൂക്തങ്ങളാണ്. അതൊക്കെ തീവ്രവാദികൾ കൊണ്ട് നടക്കുന്നതാണ്. ഖുറാൻ 8:39, ഖുറാൻ 5:51, 5:52, പിന്നെ 9:29, 9:1, 9:5. അതെന്ന് വെച്ചാൽ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നാണ്. ഖുറാൻ 9:5. ഇതൊക്കെ ചേട്ടാ ഏത് കിതാബിൽ എഴുതി വെച്ചേക്കുന്ന പോലെയാണ് തീവ്രവാദികൾ ചെയ്യുന്നതെന്ന് ഒന്ന് പറയണേ. ഞങ്ങൾക്കൊക്കെ ഇത് വ്യക്തമായിട്ട് മനസ്സിലായി. ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളവർക്ക് മനസ്സിലാവും ഇതൊക്കെ ഏത് കിതാബിൻ്റെ അടിസ്ഥാനത്തിലാണ് തീവ്രവാദികൾ ചെയ്യുന്നത്. നിന്നെപ്പോലുള്ള മദ്രസ പൊട്ടന്മാർ, 6-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും കിടക്കുന്ന മദ്രസ പൊട്ടന്മാർക്ക് മനസ്സിലാകത്തില്ല. നീയൊക്കെ നിൻ്റെ മതത്തെ വെളുപ്പിക്കാനേ നോക്കത്തുള്ളൂ. പിന്നെ ഈ എല്ലാ വർഷവും വിടുന്നതാണ് ഗ്ലോബൽ ടെററിസ്റ്റ് ഇൻഡെക്സ്. അതിൻ്റെ ലിസ്റ്റ് എല്ലാ വർഷവും അവർ അപ്ഡേറ്റ് ചെയ്ത് പുറത്തു വിടും. ഓരോ വർഷം ചെയ്യുന്ന തീവ്രവാദ സംഘടനയുടെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അനുസരിച്ച്, കൊല്ലും കൊലയൊക്കെ അനുസരിച്ച് അത് പുറത്തു വിടും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഹിന്ദു തീവ്രവാദ സംഘടനയോ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടോ എന്ന് നീ ഒന്ന് പറയണം. നീയോ നിന്നെപ്പോലുള്ള മദ്രസ പൊട്ടന്മാരൊന്ന് പറയണം. BJPയോ RSSോ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന, ഇതുപോലത്തെ സംഘടനകൾ ഈ ഗ്ലോബൽ ടെററിസ്റ്റ് ഇൻഡെക്സിൽ ഉണ്ടോ? ഇതിൻ്റെ അകത്തുള്ളതൊക്കെ എൻ്റെ മതത്തിലുള്ളതെന്ന് നമ്മളെല്ലാം വ്യക്തമായിട്ട് വായിച്ചിട്ടുണ്ട്. അത് നീ ഒന്ന് പറഞ്ഞു തന്നെ. അത് നിന്നെപ്പോലുള്ള വേറെ ഏതെങ്കിലും മദ്രസ പൊട്ടന്മാരായാലും മതി. എൻ്റെ മതത്തെ വെളുപ്പിക്കാൻ നോക്കുന്നത്. നിനക്ക് നിൻ്റെ മതത്തിലെ തീവ്രവാദത്തിന് ആദ്യം നീ എതിരെ പറ.
നിൻ്റെ മതത്തിൽ കുഴപ്പമുണ്ടെന്ന് അത് നീ ഒന്ന് പറ. ബാക്കിയുള്ളവരുടെ മതത്തിലെ കാര്യങ്ങൾ ഒന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിൻ്റെ മതത്തിലെ നന്നാക്കിയിട്ട് നീ ബാക്കിയുള്ളവരുടെ മതത്തിൽ നോക്കിയാൽ മതി കേട്ടോ. അതാണ് നിന്നെപ്പോലുള്ള മദ്രസ പൊട്ടന്മാരോടും ഈ ബുദ്ധിജീവികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇത് ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ പിന്നെ പറയാതിരിക്കുമ്പോഴത്തേന് നീയൊക്കെ ഈ തലേ കയറിയിരുന്ന് മുടി വെട്ടുന്ന പരിപാടിയും കൊണ്ട് വന്നു കഴിയുമ്പോൾ തിരിച്ചും പറയും. അപ്പത്തേന് അയ്യോ എൻ്റെ മതത്തെ പറഞ്ഞേ, എൻ്റെ സമാധാന മതത്തെ പറഞ്ഞേന്ന് ഇവർ പറയുന്നത്. ഇവർ ഭയങ്കര സമാധാന മതമല്ല, അത് ഈ തീവ്രവാദികൾ ചെയ്യുന്നത് നമ്മളൊക്കെ ഏത് കിതാബിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. സോ അത് ബാക്കിയുള്ളവരെയും കൊണ്ട് പറയിക്കരുത് കേട്ടോ. 6-ാം നൂറ്റാണ്ടിലെ മദ്രസപ്പെട്ട ചേട്ടാ. അപ്പം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഇനിയും കുരുപൊട്ടിയ മദ്രസ പൊട്ടന്മാരൊക്കെ വരും. അപ്പം നമുക്ക് അവർക്ക് ഇതുപോലെ കൊടുക്കാം. See you guys.